ജൂലൈ 1 തിങ്കളാഴ്ച. മത്തായി 8:18 മുതൽ 22 വരെ വാക്യങ്ങൾ. 1937 ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഡയട്രിച്ച് ബോൺഹോഫർ എഴുതിയ പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ക്രിസ്ത്യൻ ചിന്തയുടെ ഒരു ക്ലാസിക് ആയിട്ട് ഈ പുസ്തകം കണക്കാക്കപ്പെടുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് ബോൺഹോഫർ വ്യക്തമാക്കുന്ന ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു വിവരണം ആണ് ഇത്. പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബോൺഹോഫർ പരാമർശിക്കുന്ന വില കുറഞ്ഞതും ചെലവേറിയതും ആയ കൃപ. ഇവ തമ്മിലുള്ള വ്യത്യാസം. ബോൺഹോഫർ പറയുന്നതനുസരിച്ച് വില കുറഞ്ഞ കൃപ അല്ലെങ്കിൽ ഗോഡ്സ് ഗ്രേസ്, അത് മാനസാന്തരം ആവശ്യമില്ലാത്ത പാപമോചനത്തിൻ്റെ പ്രസംഗമാണ്. സഭയുടെ അച്ചടക്കമില്ലാത്ത ജ്ഞാനസ്നാനമാണ്. കുമ്പസാരം കൂടാതെയുള്ള കുർബാനയാണ്. വില കുറഞ്ഞ കൃപയ്ക്ക് ശിഷ്യത്വത്തിൻ്റെ ത്യാഗം ആവശ്യമില്ല. അതിന് കുരിശ് വേണ്ട. യേശുക്രിസ്തുവിനെയും വേണ്ടാത്ത കൃപ. എന്നാൽ വിലയേറിയ കൃപ ഗ്രേസ് എന്നത് യേശുവിനെ അനുഗമിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. അത് തകർന്ന മനസ്സിനും ഹൃദയത്തിനും ക്ഷമയുടെ വചനമായി വരുന്നു. ക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴടങ്ങാനും അവനെ അനുഗമിക്കാനും ഒരു മനുഷ്യനെ നിർബന്ധിക്കുന്നതിനാൽ അത് ചെലവേറിയതാണ്. എന്നാൽ അതേസമയം അത് ദൈവ കൃപയുമാണ്. കാരണം യേശു പറയുന്നു, എൻ്റെ നുകം എളുപ്പവും എൻ്റെ ഭാരം ലഘുവുമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുവിൻ്റെ 2 ഭാവി ശിഷ്യന്മാരെ അവതരിപ്പിക്കുന്നു. ഒരാൾ യേശുവിനെ എല്ലായിടത്തും അനുഗമിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ മറ്റേയാൾ മരിച്ചുപോയ തൻ്റെ പിതാവിനെ ആദ്യം അടക്കം ചെയ്യാൻ അനുവദിക്കണം എന്ന ഒഴിവ് കഴിവ് പറയുന്നു. യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടത്തെക്കുറിച്ച് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അവനെ അനുഗമിച്ചത്? തിരുവെഴുത്തുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, പലരും അത്ഭുതങ്ങൾക്കായി തിരയുകയും അവൻ്റെ പഠിപ്പിക്കലുകളിൽ മയങ്ങുകയും ചെയ്തവരാണ് എന്ന്. ചിലർ യേശുവിനെ അനുഗമിച്ചത് ജിജ്ഞാസ കൊണ്ടും മറ്റുള്ളവർക്ക് ചില ദുഷിച്ച ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ടുമായിരുന്നു. എന്നിട്ടും യേശുവിനെ അനുഗമിക്കാൻ എല്ലാം ഉപേക്ഷിച്ച് അപ്പോസ്തലന്മാരെ പോലെയുള്ള ചിലരെക്കുറിച്ചും സുവിശേഷത്തിലുണ്ട്. അവർ യേശുവിനെ അനുഗമിച്ചത് അവനിൽ തങ്ങളുടെ ഭാവി കണ്ടതുകൊണ്ടാണ്. അവരുടെ രക്ഷയുടെ പ്രത്യാശ യേശുവായിരുന്നു. പത്രോസ് ശ്ലീഹായുടെ വാക്കുകളിൽ യേശുവിന് നിത്യജീവന്റെ വാക്കുകളുണ്ട്. നമ്മൾ ഇന്ന് സ്വയം ചോദിക്കുന്ന ഇതാണ്: റോസാപ്പൂക്കളുടെ കിടക്കയിൽ വിശ്രമിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക കൊട്ടാരത്തിലേക്കാണോ യേശു നമ്മെ നയിക്കുന്നത്? അങ്ങനെ അല്ല എങ്കിലും അവനെ അനുഗമിക്കാൻ ഞാൻ തയ്യാറാണോ? എല്ലാം ഉപേക്ഷിച്ച് കുടുംബം ഉൾപ്പെടെ നിരുപാധികം യേശുവിനെ അനുഗമിക്കാൻ ഞാൻ തയ്യാറാണോ?
വ്യക്തമായും യേശു തൻ്റെ അനുയായികളിൽ നിന്ന് ഉയർന്ന നിലവാരം ആവശ്യപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നത് ചെലവേറിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഹൃദയം പരിശോധിച്ച് ഒരു മടിയും കൂടാതെ യേശുവിനെ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അനുഗമിക്കുവാൻ നമുക്ക് കൃപയുണ്ടാകട്ടെ. ഇതാണ് നമ്മുടെ വെല്ലുവിളി. അവനെ പിന്തുടരുകയും അവനുമായി ഒരു സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.